ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് PLC ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് മെഷറിംഗ് എക്യുപ്മെൻറ്റ്സിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലേസർ, ദെൻ ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ്, കുറച്ച് MCQs നോക്കിയിരുന്നു. ഈ ക്ലാസ്സിൽ നമുക്ക് മൾട്ടിമീറ്ററും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസും ഒക്കെ ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ്, നമ്മൾ ഏതൊരു മെഷറിംഗ് എക്യുപ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് എന്താണ്, കുറേ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ എക്യുപ്മെൻറ്റിൻ്റെ, ആ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ എന്താണ് പെർഫോമൻസ് കാണിക്കുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് ആക്യുറസി, പ്രിസിഷൻ, റെസല്യൂഷൻ, സെൻസിറ്റിവിറ്റി ഒക്കെ. അപ്പോൾ ഈ ഒരു ആക്യുറസി എന്താണ്, പ്രിസിഷൻ എന്താണ്, റെസല്യൂഷൻ, സെൻസിറ്റിവിറ്റി, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം അത് എപ്പോഴും PSC മാറി മാറി ചോദിക്കുന്നുണ്ട്. സിമ്പിൾ ഡെഫിനിഷനാണ്, പക്ഷെ നമുക്കതൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് പഠിക്കുക. സോ രണ്ട് ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഒന്ന് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സും ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സും. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, മെഷറിങ് എ കോൺസ്റ്റൻറ്റ് പ്രോസസ് കണ്ടീഷൻ. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ് കണ്ടീഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്നതാണ് എന്ത്, സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ദെൻ ഡൈനാമിക് എന്ന് പറയുന്നത് മെഷറിങ് എ വേരിയിങ് പ്രോസസ് കണ്ടീഷൻ. അപ്പോൾ വേരി ചെയ്യുന്ന ഒരു പ്രോസസ് കണ്ടീഷൻ നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. അപ്പോൾ കുറച്ച് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആക്യുറസി, റെസല്യൂഷൻ, പ്രിസിഷൻ, സെൻസിറ്റിവിറ്റി, എക്സ്പെക്റ്റഡ് വാല്യൂ, എറർ. അപ്പോൾ എന്താണ് ആക്യുറസി? ആക്യുറസി എന്ന് പറഞ്ഞാൽ the degree of exactness or closeness of measurement compared to the expected or desired value. അപ്പോൾ നമുക്കൊരു ഡിസൈർഡ് വാല്യൂ കാണും, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വാല്യൂ കാണും അല്ലെ. എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്ന വേറൊരു പേരാണ് ഡിസൈർഡ് വാല്യൂ. ആ ഒരു വാല്യൂയിലേക്ക് നമ്മൾ മെഷർ ചെയ്യുമ്പം എത്രത്തോളം അടുത്ത് നമുക്കത് കിട്ടുന്നു, അതിനാണ് നമ്മൾ ആക്യുറസി എന്ന് പറയുന്നത്. അപ്പം ക്ലോസ്നെസ്, എക്സാക്ട്നെസ് എന്നൊക്കെ കണ്ടാൽ അതെന്താണ്, ആക്യുറസിയാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ദ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഓഫ് മെഷർമെൻറ്റ് കമ്പയർഡ് ടു ദി എക്സ്പെക്റ്റഡ് വാല്യൂ ഈസ് കോൾഡ് ആക്യുറസി. അതുപോലെ നെക്സ്റ്റ് ഒരു ടേമാണ് റെസല്യൂഷൻ. റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ എ മെഷർമെൻറ്റ് വേരിയബിൾ ടു വിച്ച് ആൻ ഇൻസ്ട്രുമെൻറ്റ് വിൽ റെസ്പോണ്ട്. അതായത് നമ്മൾ ഒരു ചേഞ്ച് കൊടുക്കുമ്പോഴത്തേക്കും ആ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതാണ് അതിൻ്റെ റെസല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ ചേഞ്ച് നമ്മൾ കൊടുക്കുമ്പം അതെങ്ങനെയാണത് റെസ്പോണ്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് റെസല്യൂഷൻ. ദ സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ എ മെഷർമെൻറ്റ് വേരിയബിൾ ടു വിച്ച് ആൻ ഇൻസ്ട്രുമെൻറ്റ് വിൽ റെസ്പോണ്ട്, ദാറ്റ് ഈസ് കോൾഡ് റെസല്യൂഷൻ. ഇപ്പോൾ റെസല്യൂഷൻ്റെ ഡെഫിനിഷൻ ക്ലിയർ ആണല്ലോ, ദ സ്മോളസ്റ്റ് ചേഞ്ച്. ആക്യുറസി എന്ന് പറഞ്ഞാൽ ക്ലോസ്നെസ്. Then next term is precision. Precision എന്ന് പറഞ്ഞാൽ a measure of consistency or repeatability of measurement, that is successive reading do not differ. അതായത് റിപ്പീറ്റബിലിറ്റിയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത്, പ്രിസിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം മെഷർ ചെയ്തു, അടുത്ത പ്രാവശ്യം മെഷർ ചെയ്തു, വീണ്ടും മെഷർ ചെയ്തു, അങ്ങനെ ഒരു കുറേ പ്രാവശ്യം റിപ്പീറ്റേഷനായിട്ട് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വാല്യൂസ് മാറാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രിസിഷൻ എന്ന് പറയുന്നത്. സോ പ്രിസിഷൻ, ഇപ്പോൾ പ്രിസിഷനും ആക്യുറസി എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ആക്യുറസി എന്ന് പറഞ്ഞാൽ ഒരു മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടേണ്ട എക്സ്പെക്റ്റഡ് വാല്യൂയിലേക്കുള്ള ക്ലോസ്നെസ് ആണ് കാണിക്കുന്നത്. എന്നാൽ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് മെഷർ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു വാല്യൂ തന്നെ കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കെന്ന് പറയാം, പ്രിസിഷൻ എന്ന് പറയാം. എ മെഷർ ഓഫ് കൺസിസ്റ്റൻസി ഓർ റിപ്പീറ്റബിലിറ്റി ഓഫ് മെഷർമെൻറ്റ്, ദാറ്റ് ഈസ് സക്സസീവ് റീഡിംഗ് ഡു നോട്ട് ഡിഫർ. നെക്സ്റ്റ് ടേം ഈസ് സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ടു എ ചേഞ്ച് ഓഫ് ഇൻപുട്ട് ഓർ മെഷേർഡ് വാല്യൂ. അതായത് നമ്മളൊരു ഇൻപുട്ടിന് ഒരു ചേഞ്ച് കൊടുക്കുമ്പം ഔട്ട്പുട്ട് എത്രത്തോളം ചേഞ്ച് ആവുന്നു, ആ ഒരു റേഷ്യോനെ വിളിക്കുന്ന പേരാണ് എന്ത്, സെൻസിറ്റിവിറ്റി. സോ ഔട്ട്പുട്ട്, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് ഇസ് കോൾഡ് സെൻസിറ്റിവിറ്റി. പക്ഷേ റെസല്യൂഷൻ എന്താണ്, നമ്മളൊരു മെഷർമെൻറ്റ് വേരിയബിൾ ഒരു ചെറിയ ചേഞ്ച് കൊടുക്കുമ്പം എങ്ങനെ ഇൻസ്ട്രുമെൻറ്റ് റെസ്പോണ്ട് ചെയ്യുന്നു, അതാണ് എന്ത്, റെസല്യൂഷൻ. പക്ഷേ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ടു എ ചേഞ്ച് ഓഫ് ഇൻപുട്ട് ഓർ മെഷേർഡ് വേരിയബിൾ.
ദെൻ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിസൈൻ വാല്യൂ ഓർ ദ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ദാറ്റ് എക്സ്പെക്ട് ടു ഒബ്റ്റെയിൻ. നമ്മൾ ഡിസൈർഡ് വാല്യൂ ആണ് എക്സ്പെക്റ്റഡ് വാല്യൂ അല്ലേ? നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും യോജിച്ച വാല്യൂ ആണ് എന്ത്? എക്സ്പെക്റ്റഡ് വാല്യൂ അല്ലേ? എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡീവിയേഷൻ ഓഫ് ദി ട്രൂ വാല്യൂ ഫ്രം ദി ഡിസൈർഡ് വാല്യൂ. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഈ ട്രൂ വാല്യൂ. ആ ട്രൂ വാല്യൂവും നമ്മൾ ഡിസൈർഡ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ എറർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എററിൻ്റെ ഒരു ഇക്വേഷൻ നോക്കുക. ഈ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എറർ ഉണ്ടാവും അല്ലേ? എറർ എന്ന് പറഞ്ഞാൽ നമുക്ക് അബ്സല്യൂട്ട് എറർ ഓർ പെർസെൻറ്റേജ് ഓഫ് എറർ എന്നൊക്കെ പറയാം. അപ്പോൾ ആബ്സല്യൂട്ട് എറർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Y(n - Xn) ആണ്. yn എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഓർ ഡിസൈർഡ് വാല്യൂ, വേറെ Xn ഈസ് ദി മെഷേർഡ് വാല്യൂ. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ ആയിരിക്കും എപ്പോഴും ഹയർ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ എറർ എടുക്കുന്നത് അല്ലേ? അപ്പോൾ എറർ എന്ന് പറഞ്ഞാൽ ആ എക്സ്പെക്റ്റഡ് വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ. എറർ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനോ എക്സ്പെക്റ്റഡ് വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ ഇൻറ്റു 100. മോഡുലസ് വാല്യൂ അത് പോസിറ്റീവോ നെഗറ്റീവോ ആവും. നമുക്ക് ചിലപ്പോൾ മെഷേർഡ് വാല്യൂ വലുതാകാം, ചിലപ്പോൾ മെഷേർഡ് വാല്യൂ എന്താകാം? ചെറുതാകാം. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് എറർ കാണാനായിട്ട് അതിൻ്റെ മോഡ് എടുത്തിട്ട് ഇൻറ്റു 100 ചെയ്യുക. സോ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക. എറർ ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെക്റ്റഡ് വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. അപ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. അപ്പം പെർസെൻറ്റേജ് എറർ കാണാൻ എന്ത് ചെയ്യുക? എക്സ്പെക്റ്റഡ് വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ ഇൻറ്റു 100. yn - Xn ബൈ yn ഇൻറ്റു 100. ഇനി ആക്യുറസി എന്താണ്? ആക്യുറസി എന്ന് പറഞ്ഞാൽ എറർ 1 മൈനസ് എറർ ആണ് എന്ത്? എറർ പെർസെൻറ്റേജ് ആണ് ആക്യുറസി എന്ന് പറഞ്ഞാൽ. സോ 1 മൈനസ് yn - Xn ബൈ yn എന്ന് പറഞ്ഞാൽ നമുക്ക് റിലേറ്റീവ് ആക്യുറസി തരും. ഈ ആക്യുറസി പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 100% നിന്ന് എറർ പെർസെൻറ്റേജ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആക്യുറസി പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ ആക്യുറസിയുടെ ഇക്വേഷൻ എന്താണ്? റിലേറ്റീവ് ആക്യുറസി ഈക്വൽ ടു 1 മൈനസ് yn ബൈ മൈനസ് Xn ബൈ yn അല്ലേ? അല്ലെങ്കിൽ പെർസെൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ 100% നിന്ന് എറർ പെർസെൻറ്റേജ് കുറയ്ക്കുന്നതാണ് നമുക്ക് പെർസെൻറ്റേജ് ആക്യുറസി എന്ന് പറഞ്ഞാൽ. അതുപോലെ പ്രിസിഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ 1 മൈനസ് Xn മൈനസ് Xn ബാർ ബൈ Xn ബാർ. Xn ബാർ എന്ന് പറഞ്ഞാൽ ആവറേജ് സെറ്റ് ഓഫ് മെഷർമെൻറ്റ്. Xn ബാർ എന്ന് പറഞ്ഞാൽ ആവറേജ് സെറ്റ് ഓഫ് മെഷർമെൻ്റ് ആണ്. Xn എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് nth മെഷർമെൻറ്റ്. നമ്മളിപ്പോൾ മെഷർ ചെയ്യുമ്പോൾ ഇപ്പോൾ nth മെഷർമെൻറ്റിലുള്ള വാല്യൂ ആണ് Xn. അതിൻ്റെ എല്ലാം കുറേ മെഷർമെൻറ്റ് എടുത്തതിൻ്റെ ആവറേജ് ആണ് എന്ത്? Xn ബാർ. അപ്പോൾ Xnൽ നിന്ന് Xn ബാർ കുറച്ചിട്ട് ബൈ Xn ബാർ ചെയ്യുന്നതാണ്. അത് ആ ടേമിനെ 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? പ്രിസിഷൻ. ഇപ്പോൾ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? എറർ കളഞ്ഞിട്ടുള്ള ബാക്കി വാല്യൂ ആയിരിക്കും ഇല്ലേ? സോ 1 മൈനസ് ആ എറർ കണ്ടുപിടിക്കുന്നത് ഇവിടെ പ്രിസിഷൻ ആയതുകൊണ്ട് ആവറേജ് എടുത്തിട്ടാണ്. സോ Xn മൈനസ് Xn ബാർ ആണ്, yn അല്ല, ബൈ Xn ബാർ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഒത്തിരി ഒരു നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും സിമ്പിളായിട്ട് ചോദിക്കുന്ന പ്രോബ്ലംസ് ആണ്, പക്ഷേ തിരിഞ്ഞു പോകരുത്. ഇപ്പോൾ ഒരു കുഞ്ഞ് എക്സാമ്പിളൂടെ നോക്കാം. ഗിവൺ എക്സ്പെക്റ്റഡ് വാല്യൂ അക്രോസ് എ റെസിസ്റ്റർ ഈസ് 80 വോൾട്ട്, ദ മെഷർമെൻറ്റ് ഈസ് 79 വോൾട്ട്. എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? അബ്സല്യൂട്ട് എറർ കാണണം, പെർസെൻറ്റേജ് എറർ കാണണം, റിലേറ്റീവ് ആക്യുറസിയും കാണണം, പെർസെൻറ്റേജ് ഓഫ് ആക്യുറസിയും കാണണം. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? എക്സ്പെക്റ്റഡ് വോൾട്ടേജ് വാല്യൂ, എക്സ്പെക്റ്റഡ് വാല്യൂ അല്ലെങ്കിൽ ഡിസൈർഡ് വാല്യൂ 80 തന്നിട്ടുണ്ട്, മെഷേർഡ് വാല്യൂ 79 തന്നിട്ടുണ്ട്. അപ്പോൾ അബ്സല്യൂട്ട് എറർ എന്തായിരിക്കും? അപ്പോൾ yn എക്സ്പെക്റ്റഡ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 80, അതാണ് നമ്മുടെ yn. മെഷേർഡ് വാല്യൂ ആണ് Xn, ദാറ്റ് ഈസ് 79. അപ്പോൾ അബ്സല്യൂട്ട് എറർ എന്ത് വരും? yn മൈനസ് Xn, ദാറ്റ് ഈസ് 80 മൈനസ് 79, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വോൾട്ട്. ഇനി എറർ പെർസെൻറ്റേജ് കാണാനോ? ഈ ഡിഫറൻസ് ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ. എക്സ്പെക്റ്റഡ് വാല്യൂ എത്രയാണ്? 80 അല്ലേ? 1/80 × 100, ദാറ്റ് ഈസ് 1.25% കിട്ടും ഇല്ലേ? ഇനി ആ 1.25%-നെ 100ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
പെർസെൻറ്റേജ് ആക്യുറസി കിട്ടും. റിലേറ്റീവ് ആക്യുറസി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1 മൈനസ് yn മൈനസ് xn ബൈ yn അല്ലേ? 1ൽ നിന്ന് ഈ ടേം കുറയ്ക്കണം, yn മൈനസ് xn ബൈ yn എന്നുള്ള ടേം. അപ്പോൾ 0.875. അതിനെ പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100 ചെയ്യുക, അല്ലെങ്കിൽ 100ൽ നിന്ന് എറർ പെർസെൻറ്റേജ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആക്യുറസി കിട്ടും. ക്ലിയർ ആണല്ലോ ഈ പ്രോബ്ലം? അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ yn തന്നിട്ടുണ്ട്, yn തന്നിട്ടുണ്ട്, xn തന്നിട്ടുണ്ട്. ഈ 2 വാല്യൂസ് വെച്ചിട്ട് എല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ഇസ് മൾട്ടിമീറ്റർ. അപ്പോൾ എന്താണ് മൾട്ടിമീറ്റർ? മൾട്ടി മീൻസ് എന്താണ്? മൾട്ടിപ്പിൾ അല്ലേ? അപ്പം നമുക്ക് ആ പേര് പറയുന്ന പോലെ നമുക്ക് മൾട്ടിപ്പിൾ ക്വാണ്ടിറ്റീസ് ഒരു ഇൻസ്ട്രുമെൻറ്റ് കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? മൾട്ടിമീറ്റേഴ്സ് അല്ലേ? ദ മൾട്ടിമീറ്റേഴ്സ് as the name suggests, the meters that we use to measure multiple quantities with the same instrument. The most basic multimeter measures voltage, current, resistance. അപ്പോൾ ഈ മൾട്ടിമീറ്റർ പ്രധാനമായിട്ട് മെഷർ ചെയ്യുന്നതാണ് വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും. അതുകൊണ്ട് ഇതിന് നമുക്ക് AVO മീറ്റർ എന്ന് പറയാം. സോ വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്, കറണ്ട് ആംബിയർ ആണ്, സോ റെസിസ്റ്ററിൻ്റെ ഓം ആണ് യൂണിറ്റ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ആംബിയർ, വോൾട്ട്, ഓം, മീറ്റർ എന്നും നമുക്ക് എന്തിനെ വിളിക്കാം? മൾട്ടിമീറ്ററിനെ വിളിക്കാം. നിങ്ങൾക്ക് കുറേ ഇത് കൂടാതെ കപ്പാസിറ്റേഴ്സ്, ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒക്കെ മെഷർ ചെയ്യുന്ന, ഇൻഡക്ടർ വാല്യൂസ് ഒക്കെ മെഷർ ചെയ്യുന്ന മൾട്ടിമീറ്റേഴ്സ് ഉണ്ട്. എന്നാലും ജനറലായിട്ട് നമ്മൾ പറയുമ്പം ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? കറണ്ട്, വോൾട്ടേജ്, ദെൻ റെസിസ്റ്റൻസ്. അതുകൊണ്ട് കറണ്ടിൻ്റെ ആംബിയർ യൂണിറ്റ് വരും, വോൾട്ടേജിൻ്റെ വോൾട്ട്, റെസിസ്റ്ററിൻ്റെ ഓം അല്ലേ? അത് വെച്ചിട്ട് നമുക്ക് AVO മീറ്റർ തന്നെ പറയുകയും ചെയ്യാം. അതുപോലെ തന്നെ മൾട്ടിമീറ്ററിനെ പ്രധാനമായിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് അനലോഗ് മൾട്ടിമീറ്റർ ആൻഡ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ. അപ്പോൾ അനലോഗ് മൾട്ടിമീറ്ററാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അനലോഗ് മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു അനലോഗ് ഔട്ട്പുട്ട് ആയിരിക്കും തരുന്നത്. ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഡിജിറ്റൽ വേർഡ്സ്, നമ്പേഴ്സ് ആയിട്ടൊക്കെ നമുക്കത് ഡിസ്പ്ലേ ചെയ്യും. അനലോഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്കെയിലിൽ നമുക്ക് ആ റീഡിങ് ഇങ്ങനെ കാണിക്കത്തേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ മൾട്ടിമീറ്റേഴ്സ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നത് AC വോൾട്ടേജ്, DC വോൾട്ടേജ്, AC കറണ്ട്, DC കറണ്ട്, റെസിസ്റ്റൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ACയും DCയും വോൾട്ടേജസും AC DC കറണ്ട്സും റെസിസ്റ്റൻസ് വാല്യൂസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് AVO മീറ്റർ. അപ്പോൾ ഇതാണ് ഒരു ബേസിക് അനലോഗ് മൾട്ടിമീറ്ററിൻ്റെ സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം. അതിനകത്ത് 2 സ്വിച്ചസ് ഉണ്ട് അല്ലേ? എന്തായാലും S1ഉം S2. അപ്പോൾ നമ്മൾ സ്വിച്ച് സെലക്ട്, നമ്മൾ ആ ഫ്രണ്ട് പാനലിൽ കാണുന്ന നോബ് തിരിക്കും. നമുക്ക് മൾട്ടിമീറ്റർ കണ്ടിട്ടുണ്ടല്ലോ ലാബിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട് പാനലിൽ ഇരിക്കുന്ന നോബ് തിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഏതാണ് വേണ്ടത്? വോൾട്ട് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ S1 എന്നുള്ളത് വോൾട്ട് മീറ്ററിലോട്ട് കണക്ട് ചെയ്യാം. ദെൻ അമ്മീറ്റർ ആണ്, കറണ്ടാണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടെർമിനലിലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ആ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ നമുക്ക് വോൾട്ട് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഈ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടും. അതുപോലെ അമ്മീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഔട്ട്പുട്ടിൽ കിട്ടും. അതുപോലെ റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടും. സോ അനലോഗ് മൾട്ടിമീറ്റർ ഈസ് എ PMMC മീറ്റർ. PMMC എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ മീറ്ററാണ്. അപ്പം അനലോഗ് മൾട്ടിമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് എന്തൊരു മീറ്ററാണെന്ന് ചോദിച്ചാൽ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ മീറ്ററാണ്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ്സ് എ PMMC മീറ്റർ. ഇറ്റ് വർക്ക്സ് ബേസ്ഡ് ഓൺ ദി ഡി ആർസണൽ ഗാൽവനോമീറ്റർ പ്രിൻസിപ്പിൾ. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡി ആർസണൽ ഗാൽവനോമീറ്റർ പ്രിൻസിപ്പിളാണ് ഇതിനകത്ത് ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത്? ഒരു നീഡിലുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് എ നീഡിൽ ടു ഇൻഡിക്കേറ്റ് ദി മെഷേർഡ് വാല്യൂ ഓൺ ദി സ്കെയിൽ. അപ്പോൾ നമുക്ക് ഒരു നീഡിലുണ്ട്, ഒരു സ്കെയിലും ഉണ്ട്. അപ്പോൾ ആ സ്കെയിലിനകത്ത് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ ഈ നീഡിൽ എന്നിട്ട് ആ സ്കെയിലിൽ അവിടെ എവിടെയാണ് ആ വാല്യൂ വരുന്നത് അവിടെ പോയിൻ്റ് ചെയ്ത് നിൽക്കും. എ കോയിൽ മൂവ്സ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വെൻ കറണ്ട് പാസസ് ത്രൂ ഇറ്റ്. ദിസ് ഇൻഡിക്കേറ്റ് the indicating needle is fastened to the coil. During the flow of current,
through the coil, a deflecting torque gets produced due to which the coil rotates at some angle and the pointer moves over a graduated scale. A pair of hair springs is attached to the moving spindle to provide the controlling torque. അപ്പോൾ ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റർ ഉണ്ട്, ദെൻ എന്താണ് ഒരു മൂവിങ് കോയിലുണ്ട്, ദെൻ 2 പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഉണ്ട്, ദെൻ സ്പ്രിങ് ഉണ്ട്. അപ്പോൾ ഈ ദെൻ ആ ഡയൽ സ്കെയിലിൽ കാണിച്ചിരിക്കുന്ന ഡയൽ, പിന്നെ കുറച്ച് മിറർ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റർ നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ഇടയ്ക്ക് ഈ കോയിൽ ബൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിലേക്കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അതിനകത്ത് ഒരു ടോർക്ക് ഡെവലപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ലോസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ഫാരഡേസ് ലോസ്. അപ്പോൾ അത് വെച്ചിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയ്ക്ക് ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു ഫോഴ്സ് എക്സേർട്ട് ആവും അല്ലേ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഡയറക്ഷനൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു 2 പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ഇടയ്ക്ക് ഒരു കോയിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? അതിനകത്തൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ടോർക്ക് ഇല്ലേ. അപ്പോൾ ആ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് എന്തിന് പ്രപ്പോർഷണലായിരിക്കും? അതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് പ്രപ്പോർഷണലായിരിക്കും. അതായത് TD ഈസ് പ്രപ്പോർഷണൽ ടു I ഓർ ദി ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയും. അതായത് ആ ഒരു മൂവ്മെൻറ്റ് കാരണം ഈ നീഡിൽ എന്ത് ചെയ്യും? അനങ്ങും ഇല്ലേ. ഇനി അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 സ്പ്രിങ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ആ ഫോഴ്സിന് എന്ത് ചെയ്യും? കുറച്ച് നേരം അത് എന്ത് ചെയ്യും? അത് റിസ്റ്റോറിങ് ഫോഴ്സായിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മളൊരു ഫോഴ്സ് അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോഴ്സ് സ്വീകരിച്ചുകൊണ്ട് ആ ഫോഴ്സ് എന്ത് ചെയ്യും? റിസ്റ്റോറിങ് ഫോഴ്സായിട്ട് നമുക്ക് തിരിച്ചു തരും. അപ്പോൾ അവിടെ എന്താണ്? ഒരു കൺട്രോളിങ് ടോർക്കും ഈ സ്പ്രിങ് ആക്ഷൻ വഴി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു കൺട്രോളിങ് ടോർക്കും അവിടെ ഡെവലപ്പ് ചെയ്യും. ആ കൺട്രോളിങ് ടോർക്ക് TC എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിഫ്ലക്ഷൻ ആ കോയിലിൻ്റെ അല്ല, ഈ നീഡിലിൻ്റെ ഡിഫ്ലക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം TD ഈസ് പ്രപ്പോർഷണൽ ടു I ആൻഡ് TC ഈസ് പ്രപ്പോർഷണൽ ടു തീറ്റ. അപ്പോൾ ഈ ഒരു 2 ടോർക്ക് മുഖാന്തരം നമ്മൾ കൊടുത്ത കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജിന് പ്രപ്പോർഷണലായിട്ട് ഒരു റീഡിങ് നമുക്ക് ഈ ഒരു സ്കെയിലിൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ എത്രത്തോളമാണ് നമ്മുടെ ആ ഫോഴ്സ് അനുസരിച്ച് വന്ന് വീഴുന്ന കറണ്ടിൻ്റെ ഫോഴ്സ് അനുസരിച്ച് നമുക്കൊരു ടോർക്ക് ആയിരിക്കും കിട്ടുന്നത്. ആ വന്ന് വീഴുന്ന കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചുള്ളൊരു ടോർക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ ടോർക്കിന് പ്രപ്പോർഷണലായിട്ട് നീഡിൽ എന്ത് ചെയ്യും? അനങ്ങും. ആ നീഡിലിൻ്റെ ഫർദർ മൂവ്മെൻറ്റിനെ കൺട്രോൾഡ് ആക്കാൻ വേണ്ടിയിട്ട്, ആ ഡിഫ്ലക്ഷൻ കൺട്രോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് ആ സ്പ്രിങ് ഒരു കൺട്രോളിങ് ടോർക്കും ഡെവലപ്പ് ചെയ്യും. അപ്പോൾ കൺട്രോളിങ് ടോർക്ക് എന്ന് പറഞ്ഞാൽ തീറ്റയ്ക്ക് പ്രപ്പോർഷണലായിരിക്കും. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന് പ്രപ്പോർഷണലായിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു അനലോഗ് മൾട്ടിമീറ്റർ. So for DC voltage measurement, the primary instrument becomes a DC voltage measuring apparatus or DC voltmeter. By adding a multiplier resistance, an analog multimeter can measure the voltage from millivolts to kilovolts, and this meter works as a millivoltmeter, a voltmeter, or even as a kilovoltmeter. അപ്പോൾ നമുക്ക് ഒരു ഈ മൾട്ടിമീറ്റർ എങ്ങനെയാണ് DC വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് V then R then നമ്മൾ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് RG. സപ്പോസ് ഇതിനകത്തൊരു 5 ആംപിയർ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് വെക്കാം. ദിസ് R ഈക്വൽ ടു 1 ohm അല്ലേ. അപ്പോൾ നമുക്ക് V എത്രയാണ് കിട്ടേണ്ടത്?
നമുക്ക് അൺനോൺ ആയിട്ടുള്ള വോൾട്ടേജ് ആണ് വി. അപ്പോൾ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ കറണ്ടിന് ആ കറണ്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓംസ് ലോ വെച്ചിട്ട് വി ഈക്വൽ ടു ഐ ആർ ആണ്. നമുക്കപ്പോൾ എത്ര കിട്ടും? 5 വോൾട്ട് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, പക്ഷേ നമുക്ക് ഈ ഒരു ഗാൽവനോമീറ്റർ നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോക്കിക്കേ, ഇവിടെ ഈ കറണ്ടിന് 2 പാത്ത് ഉണ്ടാവും. കുറച്ച് ഈ റെസിസ്റ്റൻസിൽ കൂടെയും പോവും, കുറച്ച് ഈ ഒരു പാത്തിൽ കൂടെയും പോവും അല്ലേ. ഇപ്പോൾ ഇവിടെ കൂടെ ഒരു 5 ആംപിയർ കറണ്ടാണ് വരുന്നതെങ്കിലും 4 ആംപിയർ ഇതുവഴി പോകാമെന്ന് വിചാരിക്കുക. ഒരു റിമൈനിങ് 1 ആംപിയർ ഇതുവഴിയായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? ഈ മെഷർമെൻറ്റിൽ ഡിഫറൻസ് 4 വോൾട്ടേ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും വോൾട്ടേജ് മെഷർ ചെയ്യേണ്ടതിന് പാരലായിട്ടാണ് എന്ത് വെക്കുന്നത്? ഈ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത് വെക്കുന്നത്. അതായത് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യാനായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, അതായത് പാരലായിട്ട്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കാരണം കുറച്ച് റെസിസ്റ്റൻസ് കുറവായത് കാരണം നമുക്ക് ഈ ഒരു പാത്തിൽ കൂടെ എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ കേസിൽ ഈ ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് നമ്മളൊരു ഹൈ റെസിസ്റ്റൻസ് ഇവിടെ കണക്ട് ചെയ്ത് വെക്കും. ദാറ്റ് ഈസ് R1 എന്നോ RM എന്നോ ഒക്കെ വിളിക്കും. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇതൊരു ഹൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 10 ആംപിയർ വന്നു. അപ്പോഴത്തേക്കും കറണ്ടിന് ഇഷ്ടം എന്താണ്? റെസിസ്റ്റൻസ് കുറവുള്ള പാത്തിൽ കൂടെ ഫ്ലോ ചെയ്യാനാണ്. അപ്പോൾ മാക്സിമം കറണ്ട് ഇതുവഴി തന്നെ ഫ്ലോ ചെയ്യും, കാരണം ഈ റെസിസ്റ്റൻസ് ഹൈ ആയതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് മെഷർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ മീറ്റർ കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സർക്യൂട്ടിന് പാരലായിട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മെഷർമെൻറ്റ് ആക്യുറസി കൂട്ടാനായിട്ട് നമുക്ക് റെസിസ്റ്റൻസ്, ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ഈ ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഒരു വോൾട്ട് മീറ്റർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വോൾട്ട് മീറ്ററിൽ നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫോർ DC voltage measurement, the primary instruments become a DC voltage measuring apparatus or DC voltmeter by adding a multiplier resistance. Multiplier resistance ആണ് നമ്മൾ സീരീസ് ആയിട്ട് ആഡ് ചെയ്യും, അതിൻ്റെ വാല്യൂ ഹൈ ആണ്. അങ്ങനെയാണ് നമ്മൾ അതിനെ ആക്യുറേറ്റ് ആയിട്ട് വോൾട്ട്മീറ്റർ ആയിട്ട് വർക്ക് ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ ഈ സെയിം മീറ്ററിന് നമുക്ക് അമ്മീറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം. അമ്മീറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? വിത്ത് ലോ സീരീസ് റെസിസ്റ്റൻസ് ടു മെഷർ ദി ഡയറക്റ്റ് കറണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, അവിടെ നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ അവിടെ നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അമ്മീറ്ററിനകത്ത് പാരലായിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമുക്കൊരു സർക്യൂട്ടുണ്ട്. സേ വോൾട്ടേജ് V ആൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കറണ്ട് I ആണ്. RG നമ്മൾ അപ്പോൾ ഓംസ് ലോ വെച്ചിട്ട് ഈ സർക്യൂട്ടിലെ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് വോൾട്ടേജ് അറിയാം, റെസിസ്റ്റൻസ് വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ V/R ആയിരിക്കും അല്ലേ നമ്മുടെ ആക്ച്വൽ കറണ്ട്. I ഈക്വൽ ടു V/R ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് പക്ഷേ എന്താണ്, നമ്മൾ ഗാൽവനോമീറ്റർ ഈ സർക്യൂട്ടിൽ കറണ്ട് മെഷർ ചെയ്യേണ്ട സർക്യൂട്ടിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അമ്മീറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗാൽവനോമീറ്റർ എന്താണ്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താവും? R എന്നുള്ളത് ഈ ഗാൽവനോമീറ്ററിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും I വിൽ ചേഞ്ചസ് ടു V/R + RG അല്ലേ? അപ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള കറണ്ട് വാല്യൂ അല്ല കിട്ടുന്നത്. കാരണം എന്താണ്? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചേഞ്ച് ആയി സീരീസ് ആയിട്ട് വരുന്നത് കൊണ്ട് R + RG ആയി. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ആ കറണ്ടിൻ്റെ വാല്യൂ ഇവിടെ തെറ്റായിട്ട് കിട്ടുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഗാൽവനോമീറ്ററിന് പാരലായിട്ട് നമ്മളൊരു ലോ
ലോ റെസിസ്റ്റൻസ്, വെരി ലോ റെസിസ്റ്റൻസ് ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും. ദാറ്റ് ഈസ് RSH. ഓക്കെ, അപ്പോൾ ഒരു ലോ റെസിസ്റ്റർ പാത്ത് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, എൻറ്റയർ കറണ്ടും ആ ഒരു പാത്തിൽ കൂടെ മാത്രമേ ഫ്ലോ ചെയ്യത്തുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് എന്താണ്, ആ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നുള്ളത് ഫുൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന പാത്ത് ആ റെസിസ്റ്റൻസ് വാല്യൂവും ആ വോൾട്ടേജും വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, കറണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇവിടെ ഗാൽവനോമീറ്റർ കറണ്ട് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ്. പക്ഷേ ഗാൽവനോമീറ്റർ അമ്മീറ്ററായിട്ട് വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എക്രോസ് ആയിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. അതിൻ്റെ കാരണം ഇതാണ്, ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസും ഓൾറെഡി ഉള്ള റെസിസ്റ്റൻസും കൂടെ ആഡ് ആയിട്ട് നമുക്കൊരു റോങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് പാരലായിട്ട് കൊടുത്താൽ എൻറ്റയർ കറണ്ടും ഇതുവഴി തന്നെ ഫ്ലോ ചെയ്തോളും. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്യൂട്ട് വെച്ചിട്ട് നമുക്ക് കറണ്ട് വാല്യൂ കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് എന്താണ്, ഗാൽവനോമീറ്റർ ആസ് എ അമ്മീറ്റർ. അങ്ങനെയാണ് അതിനകത്ത് മൾട്ടിമീറ്ററിനകത്ത് അമ്മീറ്റർ മെഷർ ചെയ്യുന്നത്. ദെൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഈ ഐഡിയ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനകത്ത് നമ്മൾ ഇവിടെ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് കാണും. ദെൻ ഒരു അൺനോൺ ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യണം. ദെൻ ഒരു സപ്ലൈ കാണും. അപ്പോൾ എന്താ ആദ്യം ചെയ്യുന്നത്, ഇത് നമുക്ക് ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് സേ RI. ദെൻ നമുക്ക് ഈ 2 ലീഡ്സ് ഉണ്ട് മൾട്ടിമീറ്ററിൻ്റെ, റെഡും ബ്ലാക്കും ഒക്കെ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റെഡും ബ്ലാക്കും കൂടെ അങ്ങ് ഷോർട്ട് ചെയ്യും. ഈ അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യത്തില്ല, റെഡും ബ്ലാക്കും കൂടെ അങ്ങ് ഷോർട്ട് ചെയ്യും. റെഡും ബ്ലാക്കും കൂടെ ഷോർട്ട് ചെയ്തിട്ട് ഈ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ വാല്യൂ, കറണ്ടിൻ്റെ വാല്യൂ, ഈ സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെ വാല്യൂ എന്താക്കി വെക്കും, 0 ആക്കി വെക്കും. ഓക്കെ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് 0 ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ആ നീഡിൽ ഇപ്പം റെസിസ്റ്റൻസിലാണ് നമ്മൾ ഇട്ടേക്കുന്നതെന്നുണ്ടെങ്കിൽ ആ നീഡിൽ എവിടെ വന്ന് നിൽക്കും, 0 ഓമിൽ വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ നീഡിൽ 0-ലാക്കി വെക്കും. അതിന് ശേഷം എന്ത് ചെയ്യും, ഈ നമുക്ക് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ് അവിടെ കണക്ട് ചെയ്യും. ഈ റെഡും ബ്ലാക്കിനും ഇടയ്ക്ക് കണ്ടുപിടിക്കുന്ന റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും. കണ്ടുപിടിക്കുന്ന റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, അതിനനുസൃതമായ, ഇപ്പം 0-ലായിരുന്നു നിന്നത് ആദ്യം ഇല്ലേ, അപ്പോൾ അതിനനുസൃതമായ ഒരു റെസിസ്റ്റൻസ് അവിടെ എന്ത് ചെയ്യും, നീഡിൽ കാണിക്കും. അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത് എത്ര റെസിസ്റ്റൻസ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അങ്ങനെയാണ് ഒരു ഓംമീറ്ററായിട്ട് അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഈ മൾട്ടിമീറ്റർ വർക്ക് ചെയ്യാനായിട്ട് അതിനകത്തൊരു ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ ഈ വേരിയബിൾ റെസിസ്റ്റേഴ്സ് ഉണ്ട്. ദെൻ കുറേ ഫിക്സഡ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് റേഞ്ച് സെലക്ട് ചെയ്യാനായിട്ട് റേഞ്ച് സെലക്ടർ റെസിസ്റ്റേഴ്സ് എന്ന് പറയും. അതായത് നമുക്കിപ്പം കിലോ ഓമിലാണോ ആ റേഞ്ചിൽ, ഏത് റേഞ്ചിലാണ്, 0 to 100 ഓം ആണോ, അതോ 1K to 10K ആ റേഞ്ചാണോ, ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് റെസിസ്റ്റർ അഡ്ജസ്റ്റായി ഇവിടെ വന്ന് കിടക്കും. എന്നിട്ടാണ് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പുതിയ റെസിസ്റ്റർ വരുമ്പോൾ അതിൻ്റെ വാല്യൂ ആ ഒറിജിനലിൽ നിന്ന് എത്ര വേരി ചെയ്തു എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പം കുറേ റേഞ്ച് സെലക്ടേഴ്സ് റെസിസ്റ്റേഴ്സ് ഉണ്ട്, ദെൻ ബാറ്ററി ഉണ്ട്, ദെൻ വേരിയബിൾ റെസിസ്റ്റേഴ്സ് എല്ലാം ഈ ഓംമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു അനലോഗ് multimeter. Okay, by adding a battery and a resistance network, this instrument can work as an ohmmeter. We can change the range of ohmmeter by connecting a switch to a suitable shunt resistance. By selecting different values of shunt resistance, we can obtain different scales of resistance measurement. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് അനലോഗ് മൾട്ടിമീറ്റർ. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ്. ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ആ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഡിജിറ്റലായിട്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ, അതെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മൾട്ടിമീറ്റേഴ്സ് മേ ഓൾസോ ഇൻക്ലൂഡ് സർക്യൂട്ട്സ് ഫോർ കണ്ടിന്യൂറ്റി ബീപ്സ് വെൻ എ സർക്യൂട്ട് കണ്ടക്ട്സ്. ഒരു സർക്യൂട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊരു ബീപ്പ് സൗണ്ട് കേൾക്കാൻ പറ്റും. ദെൻ ഡയോഡ്സ്
Measuring forward drop of diode junctions, that is diode and transistor junctions, and transistors മെഷറിങ് കറണ്ട് ഗെയിൻ ആൻഡ് അതർ പാരാമീറ്റേഴ്സ്. അപ്പം നമുക്ക് ഡയോഡിൻ്റെ ഫോർവേഡ് ബയാസ്ഡ് ആണോ അതുപോലെ ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിങ് HFE ഒക്കെ മെഷർ ചെയ്യാനായിട്ട് ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ സാധിക്കും അല്ലേ. ബാറ്ററി ചെക്കിംഗ് ഫോർ സിമ്പിൾ 1.5 വോൾട്ട് ആൻഡ് 9 വോൾട്ട് ബാറ്ററീസ്. അതുപോലെ തന്നെ നമുക്ക് 1.5 വോൾട്ട് തൊട്ട് 9 വോൾട്ട് ബാറ്ററീസ് ഒക്കെ ബാറ്ററി ചെക്ക് ചെയ്യാനായിട്ടും ഈ ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ പോസിബിളാണ്. അതുപോലെ തന്നെ ഈ അനലോഗ് മൾട്ടിമീറ്ററും ഡിജിറ്റൽ മൾട്ടിമീറ്ററൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അനലോഗ് മൾട്ടിമീറ്റർ കുറച്ചും കൂടെ സെൻസിറ്റീവാണ്. അതായത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് അനലോഗ് മൾട്ടിമീറ്ററാണ് തരുന്നത്. അതുപോലെ തന്നെ വേറൊരു പോയിൻ്റ് ഓർത്തിരിക്കേണ്ടത്, അനലോഗ് മൾട്ടിമീറ്റർ കുറച്ച് ബൾക്കിയാണ്, വെയിറ്റ് ഒക്കെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഡിജിറ്റൽ മൾട്ടിമീറ്ററിലേക്ക് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിജിറ്റൽ മൾട്ടിമീറ്ററിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം വെച്ചിട്ടുള്ള അതിൻ്റെ വർക്കിങ്ങും പിന്നെ ഈ മൾട്ടിമീറ്റേഴ്സിൽ നിന്ന് കുറച്ച് MCQസും കൂടെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.